ഒറ്റ വരിയിൽ ഇത് പറയാൻ പറഞ്ഞപ്പം എനിക്ക് സിനിമയിലെ പാട്ട് ഓർമ്മ കിട്ടി. പണ്ട് കള്ളപാത്രം ചെയ്യുമ്പോഴും അത് വെറുതെ ഇങ്ങനെ ഇത് വായിക്കുമ്പോ തന്നെ ശരിക്കും ടൈം ട്രാവൽ തോന്നുന്ന ഒരു രസം അതിനുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ 2000-ന് ശേഷമാണ് ചെയ്യണം. അപ്പൊ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിന്റെ കഥ കേൾക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു നടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു അത് നല്ല അവസരമാണ്. ആ രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പോ. അല്ല, ഇനി ആൾക്കാർ ഇത് ടൈം ട്രാവൽ പടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞ എല്ലാ ഇന്റർവ്യൂലും ഞാൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നെ ഈ കോൾ ഇതിലോട്ടാ വിളിച്ച് ഫസ്റ്റ് വിളി വന്നപ്പോ തന്നെ ഞാൻ ദൈവമേ ഇതെനിക്ക് കിട്ടണേ, പോവല്ലേ, ചില വർക്കുകൾ നമുക്ക് വന്ന് ലാസ്റ്റ് മിനിറ്റിൽ പോകും. അപ്പൊ അങ്ങനെ പോവല്ലേ എന്ന് ഒരുപാട് ഞാൻ നമ്മളിപ്പോ ആരോടെങ്കിലൊക്കെ ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് നിതിൻ ചേട്ടനെ അറിയാം, എന്നിട്ടും ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അറിയാതെ കൂടെ വന്നപ്പോ നമ്മൾ ചോദിച്ചവരാരും തന്നിട്ടില്ല. അത് വേറൊരു കോമഡി. நான் நிறைய படங்கள் வந்து வேற இண்டஸ்ட்ரியில பண்ணியிருந்தாலும் மலையாளம்ல நான் நியூ ஃபேஸ் தான். பட் என்ன அந்த மாதிரி அவங்க ட்ரீட் பண்ணல. പല ആൾക്കാരുടെ ഇവർക്ക് മുൻപരിചയമില്ലാത്ത കേരളത്തിന്റെ പല ടെറൈനുകളിൽ താമസിക്കുന്ന, തമിഴ്നാട്ടിലൊക്കെ താമസിക്കുന്ന ഈ 5-6 പേരുടെ ലൈഫിലേക്ക്, അവരുടെ സ്റ്റോറിയിലേക്ക്, ഇവരുടെ യാത്രയിൽ ഇവരറിയാതെ കയറി പോകുന്നതാണ് എൻ്റെ ഒരു ബേസിക്. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പിന്നെ അത് എല്ലാം ഓപ്പൺ ആയി. ഞാനൊക്കെ വലിയ ടീമാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലായി. പഴയ കാലഘട്ടമാണെന്ന് പറഞ്ഞ് പഴയ കഥയാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. ഹായ് എവ്രിവൺ. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന അപ്കമിങ് വെബ് സീരീസിൻ്റെ ടീമാണ് ഇന്ന് നമ്മോടൊപ്പം ദ ക്യൂവിലുള്ളത്. നിതിൻ രഞ്ജി പണിക്കർ, കനി കുസൃതി, പ്രശാന്ത് അലക്സാണ്ടർ, അമ്മു അഭിരാമി ആൻഡ് ആൽഫി. വെൽക്കം ടു ദ ഷോ. ഹൗ ആർ യു? We are good. How are you? I'm great, thank you. സോ നമുക്ക് ആദ്യമേ ഇതിൻ്റെ ടീസിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു 1 minute 11 seconds ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വിച്ച് ബ്രിങ്സ് us a lot of questions. ആരാണ് നാഗേന്ദ്രൻ? എന്താണ് നാഗേന്ദ്രൻ്റെ പ്രശ്നം? എന്താണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്നൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. ഐ എം ഷുവർ യു വിൽ ബി ഫോളോയിങ്. ഓക്കെ, all the questions towards you will be doing it in English. No, even in Malayalam I can understand. ചലോ, great. Okay, അപ്പോൾ ഒരു ഓക്കെ ഡൺ. സോറി. അത് നിനക്കുള്ള നീ ഹിന്ദി പടങ്ങൾ മാത്രം സെപ്പറേറ്റ് വരുന്നുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് ഓഡിയൻസിന് വരുന്ന നാച്ചുറലി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ്, ഞാൻ ചേച്ചിയുടെ മുഖത്ത് നോക്കുന്നത് എനിക്ക് ചിരി വരുന്നുണ്ട്. കന്നിയുടെ മുഖത്ത് നോക്കിയല്ലോ. ചേച്ചിക്ക് എന്നെ ചോദിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും പറയും, പക്ഷെ പുള്ളിക്കാരി സമ്മതിച്ചിട്ടില്ല. ആണല്ലേ? ഞാൻ നോക്കുന്നില്ല, തന്നെ നോക്കാൻ പോവാം. ഞാൻ ഇങ്ങനെ നോക്കിയതാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. വേണ്ട. ഓക്കെ, ബ്രിങ് ബാക്ക് ദ ക്വസ്റ്റ്യൻ. ഒരു 1 sentence നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചാൽ എന്തായിരിക്കും നമുക്കത് പറയാൻ പറ്റുക? എന്താണ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ്? ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ലീഡ് മാൻ ആയിട്ടുള്ള നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ പ്രധാന കഥാപാത്രത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു ഫുൾ യു ടേൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പോയിന്റും അവിടെ നിന്നൊരു 6 to 7 months അയാളുടെ ഒരു ട്രാവലും, ആ ട്രാവലിൽ അയാളുടെ ലൈഫ് മുഴുവൻ മാറുന്നതാണ് ഇതിൻ്റെ ഒരു ബേസിക്. പെട്ടെന്ന് ഒരു സെൻറ്റൻസ് പറയാൻ പറഞ്ഞത്, ഇയാളുടെ ചൂടെ വിശദീകരിച്ച് പറയണമെങ്കിൽ ഇയാളുടെ സുഹൃത്തും ഇയാളും കൂടെ നടത്തുന്നത് സോമൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നായകൻ്റെ സുഹൃത്ത്, അത് പ്രശാന്ത് ചെയ്യുന്ന, ഇവർ രണ്ടുപേരും കൂടെ ഒരു മിഷൻ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരു ജേണിക്ക് ഇറങ്ങി തിരിക്കുകയും പല ആൾക്കാരുടെ ഇവർക്ക് മുൻപരിചയമില്ലാത്ത കേരളത്തിൻ്റെ പല ടെറൈനുകളിൽ താമസിക്കുന്ന, തമിഴ്നാട്ടിലൊക്കെ താമസിക്കുന്ന ഈ 5-6 പേരുടെ ലൈഫിലേക്ക്, അവരുടെ സ്റ്റോറിയിലേക്ക്, ഇവരുടെ യാത്രയിൽ ഇവരറിയാതെ കയറി പോകുന്നതാണ് എൻ്റെ ഒരു ബേസിക്. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പിന്നെ അത് എല്ലാം ഓപ്പൺ ആയി പോകും. പക്ഷേ ഇത് ബേസിക്കലി നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഒരു ജേണിയാണ്. ഓക്കെ, നാഗേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ജേണിയാണ്. നമ്മുടെ ആ ടീസറിൽ കോമൻസ് നോക്കിയപ്പം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, വൺ ഓഫ് ദ മേജർ ക്വസ്റ്റ്യൻസ് പറയുന്നത് നാഗേന്ദ്രൻ എന്ന് പറയുന്ന പേരിൻ്റെ ഒരു പെക്യൂലിയാരിറ്റി നമ്മൾ പൊതുവെ അങ്ങനെ കേട്ടിട്ടില്ലാത്ത, എന്നാൽ മേ ബി ഒരു ഓൾഡ് സ്കൂൾ പേര് തന്നെയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ വൈ നോട്ട് പ്രോബബ്ലി രാജേന്ദ്രനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കേട്ട് പരിചയമുള്ള പേരല്ലാതെ നാഗേന്ദ്രൻ എന്ന് പറയുന്ന പേര് ചൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ? അതിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ, കാരണം ബാക്കി പേരുകളൊക്കെ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പേരുകളല്ലേ, അപ്പം അതിട്ട് അതിനകത്ത് വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് തോന്നി. പിന്നെ ഇച്ചിരി പെക്യൂലർ ആയിട്ട്, ഇച്ചിരി പെക്യൂലർ ആയിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ പേരിലൊരു പെക്യൂലർ ആയിട്ടുള്ള പേര് വരട്ടെ എന്ന് വിചാരിച്ചിട്ട്, എനിക്കറിയാം ഒരു നാഗേന്ദ്രൻ, എനിക്കറിയാം പേര് കൊണ്ട് നാഗേന്ദ്രൻ എന്നുള്ള ഒരാളെ എനിക്കറിയാം.
എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിയുടെ പേര് ഞാൻ ഒരു കഥ കൊടുത്തു. ആൾക്ക് പണി കൊടുക്കാൻ വേണ്ടപ്പെട്ട ആള് തന്നെയാണോ? വളരെ വേണ്ടപ്പെട്ട ആള്. ഈ സീരീസിലെ ഏറ്റവും നല്ല ക്യാരക്ടറിനല്ലേ ആ പേര് കൊടുത്തത്? ഒറ്റ വരിയിൽ ഇത് പറയാൻ പറഞ്ഞപ്പം എനിക്ക് സിനിമയിലെ പാട്ട് ഓർമ്മ എനിക്ക് അവനെ ഗുരു അതാണ് എനിക്ക് ഓർമ്മ. ഏതൊക്കെ അങ്ങനെയാണ് കഥ പോകുന്നതൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ നെഞ്ചേട്ടൻ പറയുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, ഭയങ്കര സീരിയസ് ഒരു സബ്ജക്ട് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു. ശരിക്കും സീരിയസ് ആണോ സബ്ജക്ട്? സബ്ജക്ട് ഞാൻ സീരിയസ് ആയിട്ട് എഴുതിയ സബ്ജക്റ്റാണ്. അതിന്റെ ഹ്യൂമറിന്റെ മേമ്പൊടി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് സീരിയസ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന സമയത്ത് ബിഗ് ഡ്രീംസ് ബിഗർ അല്ലല്ല, ലവ് പടം കോമഡിയാണ്, അതിനകത്ത് ഹ്യൂമർ ഉണ്ട്. ഞാനത് സീരിയസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്തതെന്ന് പറയാം. ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ചേച്ചിക്ക് അത്രയും ഞാൻ ഫുൾ ടൈം കോമഡി. ചിരിക്കുമ്പോഴല്ലേ ആളിലേക്ക് ക്വസ്റ്റ്യൻ പോയത്. പരമാവധി സഹായിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അഗൈൻ ഇപ്പം ഇത് വെബ് സീരീസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ OTT വരുന്ന എല്ലാ കോണ്ടന്റും, സിനിമ ആയിക്കോട്ടെ വെബ് സീരീസ് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഫീച്ചർ ഫിലിംസിനേക്കാളും എനിക്ക് തോന്നുന്നു വൈഡർ ഓഡിയൻസിലേക്ക് എത്തുന്നത് OTT ഫിലിംസ് അല്ലെങ്കിൽ OTT റിലീസസിലൂടെ വരുന്ന വെബ് സീരീസ് ആണ്. ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഒരുപക്ഷെ കൂടുതലുള്ളത് ക്രൈം ജോണർ ഒക്കെ ആയിരിക്കും. ഇപ്പം നിതിൻ ചേട്ടൻ്റെ ഫിൽമോഗ്രഫി എടുത്താലും കൂടുതലും അങ്ങനത്തെ ഫിലിംസാണ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത്. അപ്പം വൈ ഡിഡ് യു പ്രോബബ്ലി ട്രൈ ഒരു ഹ്യൂമർ ടച്ചോട് കൂടി ഒരു സബ്ജക്റ്റിനെ അവതരിപ്പിക്കാൻ എന്തുകൊണ്ടായിരിക്കും തോന്നിയിട്ടുള്ളത്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എന്റെ ഫിലിമോഗ്രഫി എന്ന് പറയുമ്പോൾ 2 സിനിമയേ ഉള്ളൂ. അതെ, കസബി രണ്ടും ആ ഒരു ഇതാണല്ലോ. ഇത് ബേസിക്കലി എനിക്ക് ഒരു ക്രൈം ത്രില്ലർ ജോണറിലുള്ള അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഒരു വെബ് സീരീസ് എഴുതാൻ എൻ്റെ സബ്ജക്റ്റ് ഇല്ലായിരുന്നു. എൻ്റെ ഉള്ള സബ്ജക്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇത് വെബ് സീരീസ് ആക്കാൻ പറ്റുന്ന ഒരു ഘടന ഇതിനുണ്ടെന്ന് തോന്നിയിട്ട് ഇതങ്ങനെ വെബ് സീരീസ് ആക്കിയത്. അല്ലാതെ എനിക്ക് ഈ പറയുന്ന ഒരു നമ്മൾ കണ്ടുവരുന്ന പോലത്തെ അത്തരം ക്രൈമും അല്ലെ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ത്രില്ലർ സീരീസുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് വഴങ്ങുന്ന ഒരു പരിപാടിയല്ല. എനിക്ക് വഴങ്ങുന്ന മറ്റൊരു പരിപാടി അങ്ങനെ ആക്കി എടുക്കാൻ ശ്രമിച്ചാണ്. അപ്പം ഈ ഒരു സബ്ജക്ട് വന്നപ്പോൾ കനിചേച്ചിയിലേക്കാണ് വരുന്നത്. ഈ ഒരു സബ്ജക്ട് എന്ന് വെച്ചാൽ പ്രസന്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു ചേച്ചിയുടെ ഒരു ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഹോൾ ഒരു സംഭവം? എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഒരു അപ്രോച്ച്? എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവത്തിന്? ആൻഡ് അഗൈൻ അതിന്റെ കൂട്ടത്തിൽ ചേച്ചിയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും കൂടെ 2 വാക്ക് പറഞ്ഞാൽ അത്രയും സന്തോഷം. കാര്യം നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ടീസറിൽ കാണാൻ പറ്റുന്നത്. അതെങ്ങനെയായിരുന്നു ആ ഒരു ഹോൾ സംഭവം? സോറി, കഷ്ടപ്പെട്ട് ചിരിക്കാതിരിക്കായിരുന്നു. ഞാനത് വിട്ടു. പണ്ട് ഞാൻ ഈ നാടകം കളിക്കാൻ തുടങ്ങിയപ്പം ഞങ്ങള് കള്ളൻ പവിത്രൻ നാടകം ചെയ്തിരുന്നു. ശ്യാം പ്രസാദ് സാറ് ഡ്രാമ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഡ്രാമ സ്കൂളിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് ആക്ടേഴ്സിനെ വെച്ചിട്ട് മുകേഷ് സാറിൻ്റെ സിസ്റ്റർ സന്ധ്യ മാം, അങ്ങനെ കുറേ പണ്ട് പഠിച്ചിറങ്ങിയ ആക്ടേഴ്സ് എല്ലാം കൂടി കള്ളൻ പവിത്രൻ തിരക്കഥ എടുത്തിട്ട് അതിനെ ഒരു എഡിറ്റ് ചെയ്തൊരു നാടകാവതരണമാക്കി ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷമൊന്നും അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെയുള്ള മനുഷ്യർ, അങ്ങനത്തെ ഒരു പശ്ചാത്തലം, അങ്ങനെയുള്ളതൊന്നും എനിക്ക് സിനിമയിലോ നാടകത്തിലോ പിന്നൊരിക്കലും അഭിനയിക്കാൻ അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല. നിതിൻ വിളിക്കുമ്പോൾ എനിക്ക് ആദ്യം എന്താണ് കഥ എന്നൊന്നും അറിയില്ല. ഒരാൾ ഇങ്ങനെ വിളിക്കുന്നു, നിതിൻ വിളിച്ചപ്പോൾ ഞാൻ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരാൾ വിളിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആദ്യം. അതിന് നിതിൻ ആ കഥ നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. ആ നാടകം, അല്ലെങ്കിൽ ആ നാടകം എന്നുള്ളതല്ല, കള്ളൻ പവിത്രൻ അതുപോലെയാണ് ഇത് എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പശ്ചാത്തലം ഓർമ്മ വന്നു, അല്ലെങ്കിൽ ആ ഒരു സമയം, ആ ഒരു കാലഘട്ടം, അതൊക്കെ ഓർമ്മ വന്നു. അപ്പം പണ്ട് കള്ളൻ പവിത്രം ചെയ്യുമ്പോഴും അത് വെറുതെ ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ശരിക്കും ടൈം ട്രാവൽ തോന്നുന്ന ഒരു രസം അതിനുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഈ 2000-ന് ശേഷമാണ് ചെയ്യണം. അപ്പം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ കഥ കേൾക്കുമ്പോഴും നമുക്കങ്ങനെ ഒരു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതൊരു നടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ല അവസരമാണ്. ആ രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ടപ്പോൾ. എന്താ മനസ്സിലായിരിക്കുന്നത്? എന്താ പോയി എനിക്ക് അല്ല, ഇനി ആൾക്കാർ ഇത് ടൈം ട്രാവൽ പടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞ എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നത് എന്താണ് ചേച്ചി പക്ഷെ ക്ലിയർ ആക്കുന്നുണ്ട്, ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ എന്നിട്ട് ഇതിലെ കഥ മൊത്തം നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ശരിക്കും ഗ്രേസിന് ചെയ്യേണ്ടിരുന്ന ആ ക്യാരക്ടർ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് അയ്യോ അത് കുറച്ച് നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നി. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് അതാരാ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഗ്രേസ് ആന്ന് പറയുന്നത്. ഷീ ഈസ് എ വണ്ടർഫുൾ ആക്ടർ. നല്ല കാര്യം, അടിപൊളി എന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ക്യാരക്ടറിലേക്ക് വന്നു. ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് നമ്മൾ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്നിട്ട് പിന്നെ എൻ്റെ എപ്പിസോഡ് അയച്ചു. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ അങ്ങനെ പൊതുവെ നമുക്ക് എപ്പോഴും കിട്ടുന്നതോ അല്ലെങ്കിൽ കിട്ടാത്തതോ ആയിട്ടൊരു കാര്യം, അല്ലെങ്കിൽ പണ്ട് എനിക്ക് ഇതുപോലെ കോമഡി നാടകങ്ങൾ ചെയ്തപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സിനിമയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴും ഞാൻ കൂടുതൽ ആസ് എൻ ആക്ടർ സന്തോഷിച്ചിട്ടുള്ളതും ചെയ്യാൻ ഒരു രാവിലെ പോയി ചെയ്യണം എന്നുള്ള ഒരു കൂടുതൽ ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്നത് എപ്പോഴും എനിക്ക് കോമഡിയോ അല്ലെങ്കിൽ അത് പശ്ചാത്തലമായ കഥകളാകുമ്പോഴുമാണ്. നമ്മൾ കോമഡി ചെയ്തില്ലെങ്കിലും ആ ഒരു മൊത്തത്തിൽ അതിനൊരു ലൈറ്റ്നസ് ഉള്ളതാണ് എനിക്ക്, ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നിതിനുമായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ വരും എനിക്ക് നിതിനെ പരിചയമില്ല. എനിക്ക് ഞങ്ങള് ഫസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ആ ഒരു അതുവരെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്താകും, എങ്ങനെയാണ് നമ്മളൊരു ഡയറക്ടർ ആക്ടർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പരിചയപ്പെട്ട് പിന്നെ മിണ്ടി, അപ്പോൾ ഇത് എങ്ങനെയാണ് അങ്ങനെയാണ്. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു മനസ്സിലുള്ളത് സംസാരിക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടക്കാൻ സാധ്യത ഉണ്ടെന്നും തോന്നി. എന്നാലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് ഉറപ്പാണ്. അങ്ങനെയൊക്കെ പല 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 കാരണങ്ങൾ. പിന്നെ സുരാജേട്ടനുണ്ട്, പ്രശാന്തേട്ടൻ എനിക്ക് പണ്ടേ അറിയാം, നമുക്ക് വളരെ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം പ്രശാന്തേട്ടനുണ്ട്, പിന്നെ ഗ്രേസ്, ബാക്കി ആക്ടേഴ്സുമായിട്ട് എല്ലാവരോടൊന്നും കോമ്പിനേഷൻ വരില്ല, എന്നാലും അവരൊക്കെ ഉണ്ട്. ചെറിയൊരു കോമ്പിനേഷൻ ഉള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിലും അത് നമ്മളൊരു ലുക്കിംഗ് ഫോർവേഡ് ആണ്. നമുക്ക് അവർ പെർഫോം ചെയ്യുന്നത് കാണാനുള്ള അവസരം എന്ന് പറയുന്നതും നേരിട്ട് കാണാം. വേറെ നമ്മൾ പലപ്പോഴും സിനിമയിൽ കണ്ടതിന് ശേഷം കാണുന്നതും അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രശാന്തനാണെങ്കിലും സുരാജേട്ടനാണെങ്കിലും ഗ്രേസ് ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സ്, ഏതൊരു ആക്ടർ ആണെങ്കിലും ആക്ച്വലി മറ്റൊരു ആക്ടർ അഭിനയിക്കുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ആ രീതിയിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് ശരിക്കും എനിക്ക് വയ്യായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ഡേയുടെ ഷൂട്ട് പറയാനാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞേക്കാം, നല്ല വയറ്റിളക്കമായിട്ടാണ് ഞാൻ വന്നത്. വേറൊരു ഷൂട്ടെന്ന് ഞാൻ ശരിക്കും ഡയപ്പർ വെച്ച് മറ്റേ വീൽ ചെയറിലൊക്കെ ഇരുന്നാണ് ഞാൻ ചോദിച്ചു, എനിക്ക് ഇത്രയും ആത്മാർത്ഥത ഇതിനോടൊട്ടോ. കാരണം എന്റെ ഫസ്റ്റ് ഷോട്ട് അന്നാണ്. അപ്പൊ ഞാൻ വന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കായിരിക്കും പോകും, അവർക്ക് വേറൊരു നടിനെ കണ്ടെത്തേണ്ടി വരും. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ദിവസമായിരുന്നു, എല്ലാവരും ഉള്ളൊരു ദിവസമാണത്. എന്റെ ഫസ്റ്റ് ഡേ എല്ലാരും ഉള്ള ദിവസമായിരുന്നു. അപ്പം ഇതിന്റെ ടൈറ്റിൽ എന്തായിരിക്കും അറിയോ? ഫസ്റ്റ് ഡേ ഷൂട്ടിൽ കനി വെച്ച് കെട്ടിയത് എന്ത് അറിയണമെങ്കിൽ അങ്ങനെ അത്രയാവില്ലെന്ന് വിചാരിക്കുന്നു. അല്ലേ പറയാ. അപ്പം അങ്ങനെ പക്ഷെ എനിക്ക് കാരണം എനിക്ക് ഇത് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറും എന്നോ എനിക്ക് പലപ്പോഴും അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇതിന് തന്നുകൊണ്ട് ആ ഒരു മറ്റേ ചാടിക്കറിയോ ഇതെന്തായാലും ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വന്നത്. അയ്യോ, പക്ഷെ വെരി സ്വീറ്റ്. അത് അത്രയും ആ ഒരു ആ കഥയോടുള്ള ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അല്ലേ, അതും കൂടെ വരുമ്പോൾ. എല്ലാ ആക്ടേഴ്സും അതെല്ലാം ഉള്ളവർ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കാണും. നമുക്ക് എല്ലാവർക്കും ചിലത് ചെയ്യാൻ കൂടുതൽ ഒരു ആഗ്രഹം കാണും. ആ രീതിയിൽ എനിക്കിത് കുറച്ചും കൂടെ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകും. ഹൗസ് സ്വീറ്റ്, അടിപൊളി. ഇനി അവിടുന്ന് ശരി, ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആൽഫയ്ക്ക് ഈ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഇപ്പം കനിച്ചേച്ചി പറഞ്ഞു ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചേച്ചിയെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു ആ ഒരു പശ്ചാത്തലവും അല്ലെങ്കിൽ ആ ഒരു ടൈം ട്രാവൽ എന്ന് പറഞ്ഞെങ്കിലും ആ ഒരു ഗോയിങ് ബാക്ക് ടു ദ ഗുഡ് ഓൾഡ് ഡേയ്സ് എന്ന് നമുക്ക് റീഫ്രെയിം ചെയ്യാം. ടൈം ട്രാവൽ ആ വാക്ക് അല്ലേ, അതുപോലെ ചേച്ചിയോട് ആ ഒരു സംഭവമാണ് ചേച്ചി ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു കൺസ്ട്രക്ഷൻ സംഭവം. ആൽഫിക്ക് എങ്ങനെയായിരുന്നു? ടെൽ us something about your character and how did you come about doing this project? ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ആൽഫിക്കുള്ള ഒരു ബന്ധത്തിനെ പറ്റിയിട്ടുണ്ട്. ഇതില് എന്നെ ഈ ഇതിലോട്ടാ വിളിച്ച് ഫസ്റ്റ് വിളി വന്നപ്പോൾ തന്നെ ഞാൻ ദൈവമേ ഇതെനിക്ക് കിട്ടണേ, പോവല്ലേ, ചില വർക്കുകൾ നമുക്ക് വന്ന് ലാസ്റ്റ് മിനിറ്റിൽ പോകും. അപ്പം അങ്ങനെ പോവല്ലേ എന്ന് ഒരുപാട് കാരണം നമ്മളിപ്പോൾ ആരോടെങ്കിലുമൊക്കെ ചാൻസ് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് നിതിൻ ചേട്ടനെ അറിയാം, എന്നിട്ടും ഞാൻ അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അറിയാതെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ചോദിച്ചവരാരും തന്നിട്ടില്ല. അത് വേറൊരു കോമഡി. ചോദിക്കാതെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. പോവല്ലേ ദൈവമേ. ഞാൻ ആ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ എല്ലാം ഓക്കെ അല്ലേ എന്ന് വിളിച്ച് കൺഫേം ചെയ്ത ആളാണ് ഞാൻ. കാരണം അത്രയും ആഗ്രഹിച്ച് ചെയ്ത ഇതാണ്. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ജാനകി എന്നാണ് പേര്. ഓരോ എപ്പിസോഡിനും ഓരോ പേരാണ്. അപ്പൊ എന്റെ എപ്പിസോഡ് തുടങ്ങുന്നത് ഫസ്റ്റ് എപ്പിസോഡാണ്, അത് ജാനകി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ അത് തന്നെ എല്ലാവർക്കും എന്റെ പേരിൽ ഒരു എപ്പിസോഡ് തുടങ്ങുന്നു. അതും ഫസ്റ്റ് എന്റെ ലൈഫിലെ ഫസ്റ്റ് വെബ് സീരീസ് ആണ്. പിന്നെ മാത്രമല്ല നിതിൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, സുരാജന്റെ പേരായിട്ട് ചെയ്യുന്നു, പിന്നെ പ്രശാന്ത് ഏട്ടൻ, ശ്വേത ചേച്ചി, കനി, ഇത്രയും അമ്മു, എല്ലാവരും അത്രയും വലിയൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വലിയ ഭാഗ്യമൊന്നും എനിക്കിപ്പോ ഇല്ലാന്നാണ് ഞാൻ അറിയണേ. അപ്പൊ അതിന്റെ സന്തോഷം. ഞാനൊക്കെ വലിയ ടീമാണ് ഇപ്പോഴും എനിക്ക്
എനിക്കിത് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. അത് ഞാൻ അങ്ങനെ തന്നെ പറയും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു വർക്കിലോട്ട് വന്നത്. അപ്പം അങ്ങനെ പറയാൻ മാത്രം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായുള്ളെങ്കിലും ആ ഉള്ള ദിവസം ഭയങ്കര നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത്. അപ്പം ഞാൻ ഈ കനിയൊക്കെ അറിയാലോ, സ്റ്റേറ്റ് അവാർഡ് ഇരിക്കുന്നതാണ് ശരിക്കും ഇപ്പൊ ചിരിച്ച ആളാണിത് റിയൽ ക്യാരക്ടർ. ഒന്നും വിചാരിക്കണ്ട, ഇതാണ് റിയൽ. ഒന്നും വിചാരിക്കണ്ട, അപ്പോ നമുക്ക് കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്, ഒരു ദിവസമാണെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ പറ്റിയത്. വലിയൊരു ലേണിംഗ് കർവ് തന്നെയാണ്. ഉറപ്പായിട്ടും പേടിക്കണ്ട, ആൾ ചിരിക്കും. ഇത് തന്നെ ഇന്റർവ്യൂവിന് മുമ്പ് നമ്മൾ മരുന്ന് കൊടുത്തോണ്ട് അതുകൊണ്ടില്ലായിരുന്നെങ്കിൽ അല്ല, എനിക്ക് കൗണ്ടർ അടിക്കാൻ പറ്റും. പഠിക്കും, അതെ, എന്ത് ചെയ്യരുത് എന്നാണോ പഠിക്കുക എന്നൊക്കെ ചോദിക്കാൻ വന്നു. അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഈ സീരീസിൽ വന്നിട്ട് ഏറ്റവും കണക്ട് ആയത് നിതിൻ ചേട്ടനിക്ക് നേരത്തെ അല്ല, അവരൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഈ ഒരു സീരീസിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കണക്ട് ആയത് കാര്യമായിട്ട്. ആൽഫി ഇത്ര കാര്യമായിട്ട് പറയുന്ന കരിച്ചിങ്ങനെ ചിരിക്കാതെ ഞാൻ കളിയാക്കി അല്ലടാ ചിരിക്കുന്നത്. സന്തോഷം വന്നാൽ ചിരിക്കുക, ദുഃഖം വന്നാൽ കരയുക, അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. അങ്ങനെ എനിക്ക് നെർവസ് ആകുമ്പോൾ ഞാൻ ചിരിക്കും. ടീച്ചേഴ്സ് കൊണ്ട് വഴക്കുറയുമ്പോൾ ഇതോട് ചിരിക്കും. അപ്പൊ അവർ പറയും എന്ത് ഈ കണ്ടോണ്ടായി ചിരിച്ചോണ്ടിരിക്കുന്നത്. എനിക്കും അങ്ങനെയായിരുന്നു. അല്ലേ, നെർവസ് ആകുമ്പോൾ വഴക്ക് പറയുമ്പോൾ സന്തോഷം പറയുകയാണെങ്കിലും എന്നെ പറ്റി പറയുമ്പോൾ എനിക്കിത് ടൂ മച്ച് അറ്റൻഷൻ എന്നിലേക്ക് വരില്ലേ. അപ്പൊ ഒരു നെർവസ്നെസ് അത് കാരണം ഉണ്ട്. അപ്പോഴും അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അങ്ങനെയാണ്, അല്ലാണ്ട് ഞാൻ കളയാക്കി ചിരിക്കുകയാണ് തെറ്റി. ഓക്കെ, അപ്പൊ ആൽഫിയുടെ ഒരു ലേണിംഗ് കർവ് ആയിരുന്നു സംഭവം. ഓക്കെ, അമ്മൂന. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം. Malayalam കൂടെ fine. If I'm having doubt, I'll ask. Alright. ഞാനിപ്പം ചലോ എന്ന് പറയാൻ വന്ന ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഡൗട്ട് എന്തെങ്കിലും. So how was it for you? How was it for you? Is it your first time working in a Malayalam industry? Yes. No, it's your first time. So how was it? Like, you've been part of amazing projects outside of Kerala, right? You've been doing Tamil projects in Telugu and Hotspot. It's been so much discussed. So how was it in a way different for you when it came to Malayalam film industry, and when you started actually working with such gems of people here, because you've got such an amazing crew, right? You've got such a great team to support. Appo angane vannappo endo ചേട്ടൻ എന്തോ പറഞ്ഞു. അല്ല, അമേസിംഗ് ജെംസ്. മുട്ടായി ചോക്ലേറ്റ് മുട്ടായി. So how was it for you? How was your experience? Tell us more about it. I'm just feeling very grateful. ரொம்ப ஹாப்பியா இருக்கு to be a part of Nagendran's honeymoon. ஏன்னா வந்துட்டு எனக்கு எப்பவுமே I wanted to be a part of Malayalam industry. Like, I've always felt I've belonged here for some reason. So when I got a call from Nitin Chetta, thank you Nitin Chetta for this opportunity. I was very happy. Oh, first opportunity, first call from the industry I want to work with, and he was very sweet. See, I might have done நிறைய படங்கள் வந்து வேற இண்டஸ்ட்ரியில பண்ணியிருந்தாலும் மலையாளம்ல நான் நியூ ஃபேஸ் தான். பட் என்ன அந்த மாதிரி அவங்க ட்ரீட் பண்ணல. I was feeling so included. Like, I was feeling so like, you come, let's discuss the script. He narrated the entire script. He didn't have to. Like, என்னோட போர்ஷன் மட்டும் அவர் பண்ணியிருக்கலாம். பட் அவர் எல்லாம் சொல்லிட்டு உங்களுக்கு ஓகேவா அந்த மாதிரி கேட்டார். என்ன ஓகேவா சொல்றீங்க, நான் வரேன், டேட் எடுத்துக்கோங்க, அந்த மாதிரி இருந்தது. So I was feeling very like over the top when I got the call, and of course alongside Suraj sir and obviously the gems of the team crew எல்லாமே வந்து Prashant sir was like, the day I saw Prashant sir, the day I saw, you have to GPay my amount. Sure. So the day I saw Prashant sir, oh my god, like I was fangirling, sir. I was born to work with you, sir. Thank you so much, Prashant sir. But jokes apart, I really loved working with sir. Like, of course, he has combination with all the women. He's like women's man. So in the movie, you when you see the story, you know. When you see the movie, you know who has the honeymoons only. Oh, looking forward. പ്രശ്നത്തിന്റെ കാര്യമായിട്ട് അങ്ങനെ ചെയ്തേ പറ്റൂ. So yeah, I was very happy, very grateful. Yeah, I'm looking forward. നിതിൻ ചേട്ടൻ വിളിച്ചപ്പോ നിതിൻ ചേട്ടാ ഭയങ്കര സന്തോഷമായി. മലയാളത്തിൽ പറ.
നിതിൻ ചേട്ടാ വിളിച്ചപ്പോ ഭയങ്കര സന്തോഷമായി. ഇത് എത്ര മലയാളം പടം വേണേലും താങ്ക് യു. അഭിനയിക്കാം. നേരത്തിനോട് വിശക്കണോന്ന് പറഞ്ഞോണ്ടിരിക്കുക. വിശക്കുന്നോ? വിശക്കണോ? അതല്ലേ ആദ്യം പഠിക്കേണ്ടത്. മലയാളം now I know മലയാളം കുറച്ചറിയാം, കൊഞ്ചം. പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതാണെന്ന് അറിയാം? പഴംപൊരി. Actually, you're speaking very. Thank you. അടിപൊളി. Another 2 movies I can converse fluently. പച്ച മലയാളം പച്ചവെള്ളം പോലെ സംസാരിക്കും. She told us she's really good in languages. Yeah, She's she's already like in Telugu. I learned Telugu through movies, so I know. So I think I can learn Malayalam also. I hope. Maybe not that easily, but yeah. I would love to learn. It's not You like will learn, Baba. I will learn. It's like I would love to learn the language because I love the sweetness of the language already. So It is sweet. even even the curse words like patti sounds very sweet. So അതറിയാത്തോണ്ടാ. Patti is not a curse word. It's dot. ആ നിഷ്കളങ്കത നമ്മൾ I said a word and Kani Chechi corrected me. Don't say it out. It's not that easy word. പരമനാറി. അത് എന്നെ പറ്റി എന്തിനാ? You corrected me. No, you should not say that easily. I said the meaning of it was this. Oh yeah. ഓക്കെ കട്ട് വിളിച്ചിട്ട് അതെന്താന്ന് എനിക്കൊന്ന് പറഞ്ഞു അത്രയ്ക്കില്ല, പരമനാറി. ഇത്ര ശുശ്രൂഷ കേരളത്തിൽ വന്നപ്പോ തന്നെ ആദ്യം അത് പഠിച്ചു. She told me that I know now Telugu, all bad words. All bad words you know and you say you know Telugu. അത് മതിയെന്ന്. That words also I know. That was Also I know. I was joking. Just pulling your leg. അടിപൊളി. സോ എല്ലാവർക്കും ഇപ്പം നമ്മുടെ ഈ സ്റ്റോറി പോകുന്ന ഒരു ഹ്യൂമറസ് ടച്ചിലൂടെയാണെന്ന് നിതിൻ ചേട്ടൻ പറഞ്ഞു. സെറ്റിൽ എങ്ങനെയായിരുന്നോ? ഇപ്പോഴുള്ള ഈ ഒരു വൈബ് തന്നെയായിരുന്നോ അതോ കുറച്ചും കൂടെ സീരിയസ് ആയിരുന്നോ? കാര്യം നിതിൻ ചേട്ടൻ പറയുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ബാക്കിയുള്ളവർക്ക് ആ ഒരു വൈബ് ഇല്ല. അതങ്ങനെ ഇരിക്കുന്നതാണ് അവിടെ ഒരു ബ്രേക്ക് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ നിതിൻ ചേട്ടനോട് സീരിയസ് ആയ ചോദ്യം ചോദിച്ചു, അയാൾ സീരിയസ് ആയ മറുപടി പറഞ്ഞു. അതെ. നിങ്ങൾ കുസൃതി ചോദ്യം ചോദിച്ചു, ആ തെറ്റ് കുട്ടിയുടെ ഭാഗത്താണ്. ചോദ്യം ചോദിച്ചാലും ആള് പറയുള്ളൂ, പക്ഷേ ഏത് തറയും ചളവിലേക്ക് വരെ പോകും. അടിപൊളി. ഓക്കെ, അപ്പം പ്രശാന്ത് ഏട്ടനിലേക്ക് ഞാൻ വരികയാണ്. ആദ്യം എല്ലാവരോടും ചോദിച്ചിട്ട് ഫൈനലി പ്രശാന്ത് ഏട്ടനിലേക്ക് എത്താണ്. നമ്മുടെ പുരുഷപ്രേതം എന്ന് പറയുന്ന സിനിമയിൽ ഒരു പുതിയൊരു ഇന്നിങ്സ് തന്നെ കുറിച്ചൊരു ഒരു ആർട്ടിസ്റ്റാണ് പ്രശാന്ത് ഏട്ടൻ. ഇതിനകത്തെ ക്യാരക്ടർ ആ ഒരു ഇന്നിങ്സിന്റെ ഭാഗമാണോ അതോ വേറിട്ട രീതിയിലാണോ നമുക്ക് പ്രശാന്ത് ഏട്ടനെ ഇതിനകത്ത് കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആ ഇന്നിങ്സ് കൊണ്ടാണ് ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയത്. കാരണം പുരുഷപ്രേതം കണ്ടിട്ടാണ് അച്ചു വിളിക്കുന്നത്. പിന്നെ പുരുഷപ്രേതം കണ്ടിട്ട് തന്നെയാണ് വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസവും ധൈര്യവും തോന്നി. കാരണം അച്ഛൻ്റെ സിനിമകൾ എടുത്ത് കാണുമ്പോൾ അതിലെ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ കസബ എടുത്താലും ഇതെടുത്താലും അതിനകത്ത് ചെറിയ ക്യാരക്ടേഴ്സിനെ പോലും എനിക്ക് ഓർമ്മയുണ്ട്. അത് ചിലപ്പോൾ ഇതിനേക്കാളും സക്സസ് ആയിട്ടുള്ള പടങ്ങളിലെ പല ക്യാരക്ടേഴ്സിനെ ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പം ഒരു ക്യാരക്ടറൈസേഷൻ കൊടുക്കുന്ന ഒരു എഴുത്ത് അച്ഛനുണ്ട്. അപ്പം ഇതിൽ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാഗേന്ദ്രൻ്റെ ജേർണി ആണെങ്കിലും സോമൻ ഇതിനകത്ത് വളരെ ത്രൂ ഔട്ട് നാഗേന്ദ്രൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകത്തില്ല, താൻ ഇരുന്ന് ഫുൾ കഥ കേൾക്കണം, ഫുൾ കഥ കേൾക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം നമ്മുടെ ചിന്ത 6 എപ്പിസോഡ് ഫുൾ കഥ ഒരു വലിയൊരു സമയമാണ്. ഞാൻ പറഞ്ഞു, ആ കേൾക്കാം, എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഞങ്ങളിരുന്ന് ആ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോഴും ആണ് ഇതിൻ്റെ ഒരു ഫുൾ കുട്ടൻസ് നമുക്ക് പിടികിട്ടുന്നത്. എന്നാലും ഭയങ്കര പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മെൻ്റലി ഇന്നായിരുന്നു. കാരണം ഞാൻ സീരീസുകൾ മലയാളത്തിൽ തുടങ്ങുന്നൊരു മേജർ സീരീസിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് ഇന്നാവാനുള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ 10-20 വർഷം ചാൻസ് തെണ്ടി നടന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഇങ്ങോട്ട് വരുന്നൊരവസരം, അത് ഇത്രയും നല്ലൊരു അവസരമാകുമ്പോൾ എന്തായാലും അത് ചാടിക്കയറി പിടിക്കും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് പരിചിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന ഒരു കഥയും കഥാപാത്രവുമായിരുന്നു ഇത്. കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടില്ല. ഏതാണ്ട് ഈ കഥ നടക്കുമ്പോഴാണ് ഞാൻ ജനിച്ചത് തന്നെ. 70s ഈ കഥ നടക്കുന്നത്. 1978 ആണ്. ഇതിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, സുരാജേട്ടൻ. ജനാർദ്ദനൻ ചേട്ടൻ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് യൂട്യൂബിലിരുന്ന് പഴയ KGR സാറിൻ്റെയും പഴയ സിനിമകളൊക്കെ നമ്മളിരുന്ന് കാണുമായിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന നാട്ടിൻപുറങ്ങൾ, അതിനകത്ത് നാട്ടിൻപുറത്തെ കഥാപാത്രങ്ങൾ, അവിടുത്തെ ഇൻസിഡൻസ്,
ഇന്നത്തെ ടൈപ്പ് കോൺഫ്ലിക്ട്സ് അല്ലല്ലോ അന്ന് നടക്കുന്നത്. അപ്പോൾ ആ കോൺഫ്ലിക്ട്സ്, അന്നത്തെ ജീവിതങ്ങൾ, അപ്പോൾ ഇതൊക്കെ കണ്ട ഒരു റെട്രോ മൂഡിലാണ് നമ്മളെല്ലാം ആ സമയത്ത് പൊക്കോണ്ടത്. അപ്പോഴാണ് അതുപോലത്തെ ഒരു കഥ വരുന്നത്. അതേ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാൻ സാധ്യതയുള്ളൊരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോൾ അത് ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇതിലേക്ക് വന്നതും ഇതിലേക്ക് കയറിയതും ഇത് ചെയ്ത് തീർത്തതുമൊക്കെ സത്യസന്ധമായി ഒരു വലിയ ദൈവാനുഗ്രഹമായി തന്നെ കാണുന്നു. കാരണം ഇത് വൺ ഓഫ് ദ റയറസ്റ്റ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ ആൻ ഇൻഡസ്ട്രി. ഇങ്ങനത്തെ ഒരു പരിപാടി. കാരണം ഇതുവരെ വന്നിട്ടുള്ള റിലീസായിട്ടുള്ള സീരീസുകൾ എടുത്ത് നോക്കിയാൽ തന്നെ കൂടുതലും ഈ ത്രില്ലർ കറണ്ട് ഇവൻറ്റ്സ് ആണ് അതിനകത്ത്, കണ്ടംപററി ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് അതിനകത്ത് മുഴുവൻ വരുന്നത്. ഇത് വളരെ ലൈറ്റായിട്ട് പോകുന്ന, നമ്മൾ കണ്ട് ഇങ്ങനെ ചെറിയൊരു ചിരിയോടുകൂടി ഇങ്ങനെ കണ്ട് തീർത്ത് പോകുന്ന ഒരു സീരീസാണ്. എന്നാൽ ഇതിനകത്ത് ത്രില്ലർ എലിമെന്റ്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം പക്ഷേ ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിലെ ഒരു ക്യാരക്ടറിനെയും ആൾക്കാർ മറക്കത്തില്ല, എല്ലാ ക്യാരക്ടേഴ്സിനെയും ആൾക്കാർ ഓർത്തു വെക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ, പ്രത്യേകിച്ചും തങ്കത്തിനെ. ഓക്കെ, ഈ കാലഘട്ടത്തിന്റെ കാര്യം നമ്മളിപ്പോൾ 1-2 വട്ടമായി ഡിസ്കസ് ചെയ്യുന്നു. ഈ ഒരു ഇപ്പൊ 70s നിതിൻ ചേട്ടൻ പറഞ്ഞു, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന്റെ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു യോർ പ്രോസസ് ഓഫ് റീസെർച്ച് എങ്ങനെയായിരുന്നു? ഞാനൊന്ന് ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, അന്ന് കൃത്യമായിട്ട് ആ കാലത്ത് അവരുടെ പ്രൈമിലുണ്ടാകുന്ന ഒരുപാട് പേരുമായിട്ട് എനിക്കെപ്പോഴും എന്നേക്കാൾ നല്ല പ്രായം കൂടിയ ആൾക്കാരാണ് എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ അറിയാം. പിന്നെ സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ കാലത്ത് പുസ്തകങ്ങൾ ഞാൻ എപ്പോഴും ആ സമയത്ത് പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്നതാണ്, മലയാളം എസ്പെഷ്യലി. കൂറായിക്കോട്ടെ, പത്മനാഭൻ സാർ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കൊരു ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ബാക്കി പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടല്ലോ ഒരു ഇമാജിനേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫിക്ഷണലൈസ് ചെയ്യല്ലേ. ഇതല്ലാതെ ഇത് സ്ക്രീനിൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് പേരുടെ സഹായം ഉണ്ടല്ലോ. ആ ഡയറക്ടറും കോസ്റ്റ്യൂമറും മേക്കപ്പ് മാനും ആർട്ടിസ്റ്റുകളും എല്ലാവരും ക്യാമറമാനും ഒക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പ്രോസസ്സിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രോജക്റ്റ് എഴുതാതിരിക്കുമ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന റിസർച്ച് അല്ല, നമ്മൾ അതുവരെ അക്വയർ ചെയ്തിട്ടുള്ള കേട്ടതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇവൻ ആ കാലത്തെ പുസ്തകങ്ങളെ ഒരുപാട് വായിച്ചിരുന്നു. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി പോലെ വായിച്ചു. അത് പിന്നെ സിനിമകൾ കണ്ടിട്ടുണ്ട് ആ സമയത്തേക്ക്, ഒരു ഐഡിയ ഉണ്ട്. ചേട്ടാ, അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് റീസെർച്ച് വേണ്ടി വരുന്ന ഒരു സബ്ജക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഇപ്പോഴത്തെ ജനറേഷന് വലിയ റീസെർച്ച് ചെയ്തൊന്നുമില്ല കേട്ടോ. മനസ്സിലായി, ഗോട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഓഡിയൻസിലേക്കാണല്ലോ നമ്മൾ എത്തിക്കുന്നത്. കോൺടെമ്പററി സംഭവങ്ങൾ ഒത്തിരി നമ്മൾ കണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പാലറ്റ് അത്രയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരുന്ന സമയത്ത് റിലേറ്റബിലിറ്റി എപ്പോഴെങ്കിലും ഒരു ചലഞ്ചായിട്ട് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ല, നമ്മൾ ചെയ്യുന്ന സാധനം ഓഡിയൻസിന് കണക്ട് ആയാൽ അത് റിലേറ്റബിൾ ആവും. കണക്ഷൻ ആണ് മെയിൻ. ഇപ്പം KGF ഇപ്പൊ ഏറ്റവും വലിയ ഹിറ്റ്, അത് ഏത് കാലത്ത് നടക്കുന്നത് അങ്ങനെയൊന്നുമില്ല. അതങ്ങനെയൊന്നുമില്ല. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും. ഏത് കാലഘട്ടത്തിന്റെ കഥയാണെങ്കിലും ഏത് ജോണറാണെങ്കിലും അത് എവിടെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ബേസിക് പരിപാടി എന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. പിന്നെ ഇതിപ്പം പറയണമെങ്കിൽ പിന്നെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പറയാന്നുള്ളത് എൻ്റെ ധർമ്മം. അത് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ളതല്ല. എനിക്കിത് പറയണമായിരുന്നു, അത് പറഞ്ഞു. അത് ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് പറയുന്നത്. പഴയ കാലഘട്ടമാണെന്ന് പറഞ്ഞ് പഴയ കഥയാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. കാലഘട്ടം അതാണ്. പക്ഷെ നമ്മൾ നിത്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയ സീക്വൻസുകളാണ്. കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അപ്പം ആസ് ആർട്ടിസ്റ്റ് ഇപ്പം നിങ്ങൾ 4 പേരോടും കൂടിയാണ് ചോദ്യം. ഇങ്ങനെ ഈ പറഞ്ഞതുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ അല്ലാത്ത ഒരു ടൈം സ്കേപ്പിൽ വെക്കുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സിനെ ഇമോട്ട് ചെയ്യുന്ന സമയത്ത് ആസ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ചാലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നു? 4 പേരോടും കൂടെ ഞാൻ ഒന്നിച്ചൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ഫ്രം കനി ചേച്ചി. നീയല്ലേ സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ചാളോ? നീ പറ. ഞാൻ വെറും പ്രീ ഡിഗ്രി CID, ബികോം CID പറ. അല്ലെ ഞാൻ പറയാം. ആക്ച്വലി ഞാൻ
ആക്ച്വലി നമ്മളൊരു ആസ് എ വുമൺ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ അതിലൊരു സീനുണ്ട്. സുരാജ്, എൻ്റെ അമ്മായിയുടെ മോനാണ് സുരാജ് ഏട്ടൻ, നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ ആളോട് സംസാരിക്കുമ്പോൾ ഈ കാലത്ത് എനിക്ക് ഒരാൾ ഇഷ്ടമാണ്, എനിക്ക് അതും എൻ്റെ അമ്മായിയുടെ മോൻ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണിക്കും ഈ കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 1978 നമുക്ക് നേരെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് പോലും ഇല്ല. അപ്പൊ ഞാൻ അതിന് പ്രിപ്പയർഡ് ആയിരുന്നെങ്കിലും കുറച്ച് ഓപ്പൺ ആയിട്ട് സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു ഇവർ രണ്ടുപേരും പ്രശാന്ത് ചേട്ടനും നിതിൻ ചേട്ടനും പറഞ്ഞു ആൽഫി ഇത് 1978 ആണ്, കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ശരിയാണ്, അടക്കവും ഒതുക്കവും ആ കാലത്ത് വളരെ കൂടുതലാണ്. ആ കാലത്ത് അവള് ചെയ്ത പോലത്തെ ഒരു കഥാപാത്രത്തിന് അത് ആവശ്യം എല്ലാ എന്റെ ക്യാരക്ടറിന്. അപ്പൊ അതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോവാം, നോട്ട് ചെയ്യാം. അപ്പൊ ഇവരത് കറക്റ്റായിട്ട് കുറച്ചും കൂടെ നേരെ നോക്കാൻ പോലും ധൈര്യം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവരെന്നെ അത് പറഞ്ഞ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ്, വേ ഓഫ്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഡ്രസ്സ് പറഞ്ഞാൽ ബ്ലൗസ്, മുണ്ട്, നോർമൽ മുണ്ട്, ഒരു തോർത്താണ്. ഞാൻ ആ വേഷം എനിക്കത് അയ്യോ വേഷം ഇതാണോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ പക്ഷെ എനിക്കത് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി അത്. പിന്നെ പാവാടം ബ്ലൗസും പോസ്റ്ററില് അത് വെറൈറ്റി ആണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനത്തെ. അത് പാവാടം ബ്ലൗസും ശിക്കാരി സിമ്പുൾ ചെയ്തിട്ടുണ്ട്. ശരിയാ, ഓക്കെ. പക്ഷെ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. കഥാപാത്രങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് ചിലതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ സാധാരണ ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നി ആ കാലഘട്ടത്തിന്റെ. ശിക്കാരി സിമ്പുൾ വെള്ളയും പുള്ളികളായിരുന്നു. പറഞ്ഞോ സമാധാനമായോ? And what about you? Me? Yeah. You got the question, no? Yeah. So as she said, like since it's dated back, அந்த காலம்னால வந்து யூஸ்வலாக விமன் வந்து ரொம்ப பவ்யமாக பாவமாக பார்த்து பேசுகிற தைரியம் இல்லாமல் அந்த மாதிரி தான் இருப்பாங்க. அண்ட் என்னோட கேரக்டர் மொழி வந்து ரொம்பவே சின்ன பொண்ணு, ரொம்ப இன்னோசன்ட், பாவம், லைக் எக்ஸ்ட்ரீம் பியூரஸ்ட் ஃபார்ம் ஆஃப் பாவம் அந்த மாதிரி தான் வேணும்னு சொல்லி நிதின் சேட்டா ஆஸ்ட். ஸோ ஐ ஹேட் டு டூ வாட் எவர் சார் செட். லைக் லைட்டாக நான் எக்ஸ்ப்ரெஸ்ஸாக பண்ண கூட பாவம் போகுது, ஐ வாண்ட் மூவ் பாவம். ஸோ I did everything I could. Whenever I see Nagendran sir, I'll fall on his leg. அந்த அளவுக்கு பாவம். So my characterization was like that. പാവം. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് മൊഴി എന്നാണ് ക്യാരക്ടറിന്റെ പേര് അല്ലേ? നിതിൻ ചേട്ടൻ എല്ലാ ക്യാരക്ടേഴ്സിനും വളരെ പെക്യൂലിയർ ആയിട്ടുള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഫ്രം നാഗേന്ദ്രൻ, മൊഴി, കനിച്ചിര, തങ്കം, നല്ല രസമുള്ള പേരുകളാണ്. ഗ്രേസിന്റെ ലില്ലിക്കുട്ടി, ജാനകി, ശ്വേത, ലൈല സുൽത്താന, സാവിത്രി, നിരഞ്ജന, സാവിത്രി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പേരുകളൊക്കെ തന്നെയാണ്. നമുക്കിപ്പോ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പുതുമയുണ്ടല്ലോ ഈ പേരുകൾക്കും ഒക്കെ. നല്ല രസമാണ്. ആ തങ്കം കേട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് നല്ല രസമുള്ള. എനിക്ക് ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സിനിമയുടെ വെച്ചിട്ടല്ല, എനിക്ക് പൊതുവെ ഒരു ഒബ്സർവേഷൻ തോന്നിയിട്ടുള്ളത്, ഇന്നലെ തന്നെ എവിടെ പറഞ്ഞു, ഈ മൊബൈൽ ക്യാമറയും സെൽഫി ക്യാമറയും വന്നതിന് ശേഷം പൊതുവെ ആളുകളുടെ ബോഡി ലാംഗ്വേജിന് എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അതിന് ശരിക്കും സെൽഫി ക്യാമറ വന്നതിന് ശേഷമുള്ള സിനിമകളിലെ അഭിനയവും അതിന് മുമ്പുള്ള സിനിമകളിലും പൊതുവിടങ്ങളിൽ ആളുകൾ ഇടപെടുന്നതിലും സംസാരിക്കുന്നതിലും ഒക്കെ ഒരു ബോഡി ലാംഗ്വേജ് വിസിബിളി ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവെ എല്ലാ ആക്ടേഴ്സും അല്ല കേട്ടോ, ഈ പറയുമ്പോഴും എല്ലാവരെയും ഞാൻ പെടുത്തുന്നില്ല. കുറെ പേര് എന്ന് വെച്ചാൽ നമ്മളെ കാണാൻ ഇഷ്ടമുള്ള ആംഗിളുകളും സംസാര ഭാഷ രീതികളും ആ രീതിയിലെ ആളുകൾ കൂടുതൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഒക്കെ അഭിനയിക്കുന്ന സമയത്ത് അവർ ആ ഒരു രീതിയിൽ ക്യാമറയായിട്ട് ഇടപെടുന്നത് അവർക്കറിയാം അവരെങ്ങനെയാണ് കാണാനുണ്ടാവുന്നത്. അല്ലെങ്കിൽ അവർ പോയിട്ട് കാണുമ്പോൾ അവർക്ക് ഒന്നാമത് എനിക്ക് തോന്നുന്നു ഭംഗി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവാനും അതിന് കോൺഷ്യസ് ആയിട്ട് അഭിനയിക്കുന്ന പോലെ കൂടുതൽ ഇപ്പോ, അല്ലെങ്കിൽ അവർക്ക് അറിയാം എങ്ങനെയൊക്കെ ഏത് വഴി കൂടെ ഇങ്ങനെ വന്നാലാണ് കറക്റ്റ് ആയിട്ടിരിക്കുക. ഇങ്ങനെ ഇത് സിനിമയിൽ അഭിനയിക്കുന്നവർ മാത്രമല്ല, പൊതുവെ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ടല്ലോ. അതുപോലെ തന്നെ പൊതുവെ ആളുകളോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും നമ്മൾ ഇരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെയും ആ ആംഗിളുകളിൽ കൂടെ ഇവർ നടക്കുള്ളൂ എന്നെനിക്ക് തോന്നും. അതെന്തോ കാരണം മുമ്പ് അഭിനയിക്കുന്നവർ ഒരു ക്യാമറ മുമ്പിൽ നിൽക്കുന്ന രീതി തന്നെ വേറെയാണ്, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന രീതി വേറെയാണ്. അഭിനയിക്കുന്ന സമയത്തും ഇതുപോലെ പണ്ടുള്ള നടന്മാരും നടിമാരും ഇപ്പൊ അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലാത്തവരും ഒക്കെ സംസാരിക്കുന്നത് ഒരു ക്യാമറയെ നോക്കി ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് പോലും വേറെ തന്നെ ഒരു ഭാഷ, ശരീരഭാഷ ഉണ്ടാകും. അപ്പം അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ എൻ്റെയും ഉള്ളിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടുണ്ടായിരിക്കില്ല, എനിക്ക് അങ്ങനെ വരരുതെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ശരിക്കും, പക്ഷെ എന്നാലും ഉണ്ടായിട്ടുണ്ടായും ഉറപ്പായിട്ടും. അപ്പോൾ ഇത് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഓരോ സമയം വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രവും എല്ലാം ആണെങ്കിലും ഞാനും ഈ ക്യാമറ വെച്ചിട്ടാണോ ഓരോ നിൽക്കുന്നതൊക്കെ. പണ്ട് പല സ്ത്രീകൾ ഇരിക്കുന്നതും നിൽക്കുന്നതും അവർ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഒക്കെ വേറെ ശരീരഭാഷയാണ്. അത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോന്നേ എനിക്കറിയില്ല. അത് ഉള്ളിലുണ്ട്, ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടം പോലെ നിൽക്കാം. അപ്പം എനിക്ക് എന്തോ ഇതിപ്പോൾ ഇനി ആണുങ്ങൾക്ക് ഇത് കുറവാണ്, ഈ കോൺഷ്യസ് സാധനം. അറ്റ്ലീസ്റ്റ് എൻ്റെ തലമുറയിൽ ആണുങ്ങൾക്ക് കുറവാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾക്കും ഇതുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ തലമുറയിൽ ഞാൻ കാണുന്ന എൻ്റെ കോ ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ആണുങ്ങൾക്ക് ഇത് കുറവാണ്. പക്ഷേ എൻ്റെ ജനറേഷനിൽ പെൺകുട്ടികളെല്ലാം ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇതുപോലെ തന്നെ ക്യാമറയുടെ ഈ സാധനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ആണുങ്ങൾക്ക് അത് കുറവും. അടുത്തൊരു തലമുറ വരുമ്പോൾ എല്ലാവർക്കും അതുള്ള പോലെയൊക്കെ, അങ്ങനെ ഒരു ജെൻഡറായിട്ട് പോലും ഇല്ലാണ്ട് എല്ലാവർക്കും ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇതിൽ വരാതിരുന്ന നല്ലതായിരുന്നു, വരാതിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ വന്നിട്ടുണ്ട്, അപ്പോഴും എനിക്ക് അറിയില്ല. ചേച്ചി പറഞ്ഞപ്പോ ഇപ്പം പോസ്റ്ററിലാണെങ്കിലും ചേച്ചി ഇരിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം അങ്ങനെ എനിക്കിപ്പോ പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അല്ല ഒരു ഡിഫറെന്റ്. ഇപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മേ ബി ദ വേ യു ഹാവ് ഇതൊരു കഥാപാത്രത്തിന് വേണ്ടിട്ട് നിൽക്കുകയാണ്. ക്യാരക്ടറായിട്ട് നിൽക്കുകയാണ് അത്. ഞാൻ ഒരിക്കലും എന്നെ വേറൊരു ആക്ടറിനെ വെച്ചിട്ട് പോലും അല്ല കമ്പയർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇതില് ഞാനുണ്ട്, പക്ഷെ എന്റെ ക്യാരക്ടർ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോഴും നമ്മളുടെ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ചിന്ത ഉണ്ടാവും ഇതില്. ആ കാലഘട്ടത്തിൽ ആ സ്ത്രീ അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടാവും. സ്റ്റീരിയോടിപ്പിക്കൽ ഒന്നും അല്ലാണ്ട് ചിലപ്പോൾ എന്റെ ഡയറക്ടറോ അതിന്റെ റൈറ്ററോ അങ്ങനെയല്ല കനി ഇങ്ങനെയാണ് ഇപ്പൊ എന്നും പറയും. ഇതൊക്കെ ഉള്ളപ്പോഴും ഇനി നമ്മളിപ്പോൾ നടന്നുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിനെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയുണ്ട്, ഓരോ കാലഘട്ടം മാറുന്നതോറും. അതിൽ ഈ ക്യാമറ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ മുമ്പുള്ള ഒരു സമയമാണത്. വണ്ടികൾ അധികം ഇല്ല, കത്തുകളിൽ കൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ എത്ര സ്പീഡിലാണ് അന്ന് നിന്നിരുന്നത്, എത്ര സ്പീഡിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അതുണ്ടാക്കുന്ന മനുഷ്യന്റെ ആധിക്യ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യൻ എത്രത്തോളം ടെൻഷൻ അടിക്കാതിരിക്കാം, ഉറങ്ങുന്നതിന്റെ സമയത്തിന്റെ കൂടുതൽ മുതൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെന്നൊക്കെ പറയുന്നത് വെച്ചാൽ ശരിക്കും ശരീരത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ്. അത് എത്ര കൊണ്ട് ഇതൊക്കെ ആലോചിക്കാം, കൊണ്ടുവരാൻ പറ്റിയത് അതൊക്കെ ഓരോരുത്തർ ഇതൊന്നും ആലോചിക്കാനും ചില ആക്ടേഴ്സ് പുല്ല് പോലെ ചെയ്തിട്ട് പോകാറുണ്ട്. ഞാൻ പറയാം, ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ട്. ട്രൂ മനസ്സിലായി. നമുക്ക് സമയപരിമിതി മൂലം ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ. എനിക്ക് ഇത് തന്നെയാണ് തോന്നുന്നത്. അപ്പം ഒരു വൺ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചാൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ചോദ്യം നിതിൻ ചേട്ടനോടാണ്. നമുക്ക് ഈ ഒരു നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന് പറയുന്ന വെബ് സീരീസ് കാണുന്ന സമയത്ത് ഓഡിയൻസിന് ഉണ്ടാവേണ്ട ഒരു ഐഡിയലി, ഓരോരുത്തരും ഒബ്വിയസ്ലി ടേക്ക് അവേ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും ഐഡിയലി ആസ് എ ഫിൽം മേക്കർ എന്തായിരിക്കും ഓഡിയൻസ് എടുക്കേണ്ട ഒരു ടേക്ക് അവേ? ഇഫ് യു ഹാവ് എ ചോയ്സ്, അതെന്തായിരിക്കണം എന്നായിരിക്കും ആഗ്രഹം? അവര് കാണുന്നത് അത്ര നേരം ഒരു എന്റർടൈൻഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്റർടൈനർ ഇതിന്റെ ഓരോ എപ്പിസോഡും ഓരോ സ്വഭാവം ഉണ്ടാവും. ഓരോ സ്വഭാവം ഓരോ തരത്തിൽ. ഇപ്പം കരയിപ്പിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ആണ്, ചിരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് ആണ്, അഡ്രിനാലിൻ റഷ് വരുന്ന എന്റർടൈൻമെന്റ് ആണ്. അപ്പം ഏതർത്ഥത്തിലായാലും എന്റർടൈൻഡ് ആകുക, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ബേസിക്കലി സിനിമയോ ഇപ്പോൾ സീരീസോ ഒക്കെ ചെയ്യുന്നത്. കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ, ഒരു മെജോറിറ്റിക്ക് അത് എന്റർടൈനിങ് ആവണം. അത് ഏതർത്ഥത്തിൽ അവർക്ക് എന്റർടൈനിങ് ആയാലും എനിക്ക് വിഷയമില്ല. എന്റർടൈൻഡ് ആകുക എന്നുള്ളൊരു ബേസിക് ഇത് മാത്രമേ എനിക്ക് ഉള്ളൂ എന്ത് വർക്ക് ചെയ്യുമ്പോൾ. ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഗ്യാരണ്ടി, നമുക്ക് ആ ഒരു ഡീസൽ തന്നെ അത് കിട്ടുന്നുണ്ട്. ഗ്യാരണ്ടി അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. തെറ്റും കുറ്റവും ക്രെഡിറ്റും എന്ത് പ്രശ്നം നല്ലതിലൊക്കെ ഇതിന്റെ പേരിലാണ് തരുന്നത്. അടിപൊളി. ഓക്കെ, സോ ട്രൂലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഞങ്ങൾ എല്ലാ 5 എപ്പിസോഡ്സും ഞങ്ങൾ 1 life 5 wives 6 episodes. ഓക്കെ, ഡൺ. അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് ഇറ്റ്. അടിപൊളി ആവട്ടെ, ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസിനൊത്ത് തന്നെ വരും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു സോ മച്ച് ചേച്ചി, പ്രശാന്ത് ഏട്ടാ, അമ്മു, അഭിരാമി ആൻഡ് ആൽഫി. താങ്ക് യു സോ മച്ച്.